ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, അതായത് ഒരു 15 മിനിറ്റിനകത്തൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ചട്ടിപ്പത്തിരിയുടെ റെസിപ്പിയാണ്. ചട്ടിപ്പത്തിരി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മാവ് ഉണ്ടാക്കുന്നതും ആ ഒരു ദോശ അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കുന്നതൊക്കെയാണ്. അപ്പോൾ ഇത് സമൂസ ഷീറ്റ്സ് വെച്ചിട്ടാണ് ഈ ഒരു ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ ചട്ടിപ്പത്തിരി നമ്മൾ സാധാ ഉണ്ടാക്കുന്നതിലും ടേസ്റ്റിലും നമുക്ക് സമൂസ ഷീറ്റ്സ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ സമൂസ ഷീറ്റ് വെച്ചിട്ടുള്ള ചട്ടിപ്പത്തിരി സ്പൈസി ആണെങ്കിലും സ്വീറ്റ് ആണെങ്കിലും അതെങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ശരി, നമുക്ക് സമൂസ ചട്ടിപ്പത്തിരി എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. പേര് ജസ്റ്റ് അങ്ങനെ ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ, സമൂസ ഷീറ്റ്സ് വെച്ചതായതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഫില്ലിംഗ് ആണ് തയ്യാറാക്കുന്നത്. ഞാനിവിടെ ഒരു സ്വീറ്റ് ഫില്ലിംഗ് ആണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിതിന് പകരം ചിക്കൻ ഫില്ലിംഗ് കൊടുക്കാം. നമ്മൾ സമൂസയിലോട്ടോ അല്ലെങ്കിൽ ചട്ടിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണോ ഫില്ലിംഗ് റെഡിയാക്കുന്നത് ആ ഫില്ലിംഗ് തന്നെ തയ്യാറാക്കിയെടുക്കുക. ഞാൻ അതിന് മുമ്പ് റെസിപ്പി കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു ചട്ടിപ്പത്തിരിൻ്റെ, അപ്പോൾ അതിൻ്റെ അങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഒരു 1.5 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ 2 കപ്പ് എടുത്തോളൂ. 2 കപ്പ് തേങ്ങ ചെരുവിയത് കേട്ടോ. അത് പാനിലോട്ട് ഇട്ട് കൊടുക്കുക. അതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര, പിന്നെ അണ്ടിപ്പരിപ്പ് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏലക്കാപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ, ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. എല്ലാം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി, വല്ലാണ്ട് ക്രിസ്പാക്കി എടുക്കണ്ട കേട്ടോ. ആ ഒരു തേങ്ങ ഒന്നുകൊണ്ട് ചൂടാക്കി എടുത്താൽ മതി. ചെറിയ ഇതായിട്ടൊന്ന് കളറ് മാറുമ്പോൾ ഞാനത് പാനിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്, ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ നമ്മുടെ ഫില്ലിങ്ങിൻ്റെ പണി കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ടൊരു 3 മുട്ട ഒരു ബൗളിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിലോട്ടൊരു നുള്ളു ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. പഞ്ചസാരയുടെ അളവ് കുറച്ച് കുറക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനിവിടെ വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. നല്ല മധുരത്തിലാണ് നിങ്ങൾക്ക് ചട്ടിപ്പത്തിരി വേണമെന്നെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ മുട്ട മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് സമൂസ ഷീറ്റ്സാണ്. സമൂസ ഷീറ്റ്സ് ഒരു 1-2 മണിക്കൂർ മുമ്പെങ്കിലും ഫ്രീസറിൽ നിന്ന് പുറത്ത് വെച്ചിട്ട് അത് റൂം ടെമ്പറേച്ചർ ആയ ശേഷം വേണം നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ കേട്ടോ. എന്നാലേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ സമൂസ ഷീറ്റ്സ് ഓരോന്നും ഞാനിങ്ങനെ എടുത്ത് ഇങ്ങനെ മാറ്റുന്നുണ്ട്. ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ നാട്ടിലായ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വേറൊരു രീതിയിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ മുട്ട ഒരു ബൗളിൽ മിക്സ് ചെയ്തതും വേണം. അതുപോലെ തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് എടുക്കണം, സാദാ വെള്ളം കേട്ടോ. നമുക്ക് ഈ സമൂസ ഷീറ്റ്സെല്ലാം മുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ നേരത്തെ തേങ്ങ വറുത്തെടുത്ത് പാനില്ലേ, അതൊന്ന് ക്ലീൻ ആക്കിയിട്ട് ചൂടാക്കണ്ട, ചെറിയൊരു ചൂടുണ്ടായിക്കോട്ടെ. ചൂടായ പാനിൽ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്ത് കൊടുത്തിട്ടുണ്ട്, മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഫ്ലെയിം ഓൺ അല്ല കേട്ടോ, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഫ്ലെയിം ഓണല്ല, പക്ഷേ പാന് ചൂടുണ്ടായിരിക്കണം. എന്നിട്ട് ആദ്യം സമൂസ ഷീറ്റ് ഇതുപോലെ വെള്ളത്തിൽ ആദ്യം ഒന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് ഈ മുട്ടയുടെ മിക്സിലൊന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ ലെയർ ചെയ്ത് കൊടുക്കുക. നല്ല വൃത്തിയിൽ തന്നെ ലെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ എത്ര വലുപ്പത്തിലാണ് ഫ്രൈയിങ് പാൻ എടുക്കുന്നത് അത്രയും വേണം നമ്മൾ താഴത്തെ ലെയറിൽ വെച്ചെടുക്കുക. ഞാനൊരു മീഡിയം സൈസ് ഫ്രൈയിങ് പാൻ ആയതുകൊണ്ട് തന്നെ കണ്ടില്ലേ, 3 ഷീറ്റ്സാണ് താഴെ വിരിച്ചിട്ടുള്ളത്. പിന്നെ അത് ക്രോസ് ആയിട്ട് ഒന്നുകൂടെ വിരിച്ചു കൊടുക്കുക. അതാണ് നമ്മുടെ ബേസ് ലെയർ കേട്ടോ. അതിൻ്റെ മുകളിലാണ് നമ്മൾ തേങ്ങ ചെരുവിയത്, ആ ഒരു തേങ്ങ ചെരുവിയല്ല, തേങ്ങയുടെ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത് സ്വീറ്റ്. ഇനിയിപ്പോൾ സ്പൈസി ആണെങ്കിൽ ആ ഒരു ലെയറിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ക്രോസ് ആയിട്ട് വെച്ച് കൊടുക്കുക, തിരിച്ചും മറിച്ചും വെച്ച് കൊടുക്കുക. ഒരേ ലെയർ തന്നെ വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ പുറത്തേക്ക് ചാടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരേ ലെയർ വെക്കാതെ ക്രോസ് ആയിട്ട് വെക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ എത്ര ലെയർ വേണമെങ്കിൽ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. ഞാൻ എൻ്റെ തേങ്ങയുടെ ഫില്ലിങ് കഴിയുന്ന വരെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രൈയിങ് പാൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഈ ഒരു ഷീറ്റ്സ് എത്ര എന്താ പറയുക, ഒരൊറ്റ ലെയറിൽ എത്ര എണ്ണം വെക്കണം എന്നൊക്കെ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം വെള്ളത്തിൽ മുക്കിയെടുക്കുക, എന്നിട്ട് മുട്ടയുടെ മിക്സിൽ മുക്കിയെടുക്കുക, അങ്ങനെ എല്ലാതും ചെയ്തെടുക്കുക. അപ്പോൾ അതാ ഞാൻ ഏറ്റവും ടോപ്പത്തെ ലെയറും ഏകദേശം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ആ മുകളിൽ ഇങ്ങനെ അറ്റത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഒട്ടും, കാരണം നമ്മൾ വെള്ളത്തിൽ മുക്കി മുട്ടയിൽ മുക്കിയിട്ടൊക്കെ എടുക്കുന്നത്, അപ്പോൾ നന്നായിട്ട് ഒട്ടും. എന്നിട്ട് കുറച്ച് മുട്ടയുടെ മിക്സ് വേണമെങ്കിൽ സൈഡിലൊക്കെ ഒന്ന് നന്നായിട്ട് ഒട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ, ഓവറായിട്ട് ചെയ്ത് കൊടുക്കണ്ട. അപ്പോൾ ഇനിയാണ് ഞാൻ പാന് ചൂടാക്കാൻ പോകുന്നത്. ഇപ്പോഴാണ് ഫ്ലെയിം ഓൺ ചെയ്യുന്നത് കേട്ടോ. ഇതുവരെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല, പക്ഷേ ചൂടുള്ള പാനിൽ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ ഒരു 6-7 മിനിറ്റ് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കുക, അടച്ച് വെച്ചിട്ട്. ഇതിൻ്റെ
അടിവശം നോക്കണം കേട്ടോ ഇടയ്ക്ക്, അത് കളറ് മാറുന്നുണ്ടോ, ഡ്രൈ ആവുന്നുണ്ടോ എന്നൊക്കെ. അപ്പോൾ എൻ്റേത് ഏകദേശം ഒന്ന് കുക്കായി കണ്ടപ്പോൾ ഞാനിത് അതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഒന്നും ശ്രദ്ധിച്ചാൽ മതി, ആ ലിഡില്ലേ, ക്ലോസ് ചെയ്ത ലിഡില്ലേ, അതുകൊണ്ട് തന്നെ തിരിച്ചിട്ട് കൊടുക്കാൻ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ സമൂസ ഷീറ്റ്സ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് സ്നാക്സ് ഇതുപോലെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഞാൻ കുറേ തന്നെ നമ്മുടെ വ്ളോഗ്സിലൊക്കെ പലപ്പോഴും ഷെയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറേ സ്വീറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നമ്മളെപ്പോഴും സമൂസ ഷീറ്റ്സ് വെച്ചിട്ട് സമൂസ മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും അത് അടച്ചു വെച്ചിട്ട് ഒന്നുകൂടെ ഒരു 5-6 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ എത്ര ലെയറാണോ വെക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ കൂടുതൽ കുക്ക് ചെയ്യേണ്ടി വരും. കാരണം അകത്തുള്ള ലെയറിൽ നമ്മൾ സമൂസ ഷീറ്റ്സും പ്ലസ് അതിൻ്റെ കൂടെ മുട്ടയിൽ മുക്കിയിട്ടാണല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് കുക്കാവണം. അപ്പോൾ അതുകൊണ്ട് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ സമൂസ ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ടേസ്റ്റിലുള്ള ഒരു സ്നാക്കാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഫ്രൈ ആക്കാത്ത, അധികം എണ്ണ ചേർക്കാത്ത ഒരു ഹെൽത്തി എന്ന് പറയാൻ പറ്റില്ല, സമൂസ ഷീറ്റ്സ് അത്ര ഹെൽത്തി അല്ല, എന്നാലും നമ്മൾ കമ്പാരിറ്റീവ്ലി സമൂസ ഒക്കെ ഫ്രൈ ആക്കുന്നതിലും വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ഹെൽത്തിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ചിക്കൻ്റെ ഫില്ലിംഗ് ആണെങ്കിൽ ശരിക്കും ആ നമ്മൾ ചട്ടിപ്പത്തിരി കഴിക്കുന്നതിലും നമ്മൾ സാധാ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നതിലും വളരെ എളുപ്പത്തിൽ അതിനേക്കാളും ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കിവിടെ കൂടുതലും എനിക്ക് ചട്ടിപ്പത്തിരി ഇഷ്ടം സ്വീറ്റ് ആയിട്ടുള്ളതാണ്. സ്പൈസി ചട്ടിപ്പത്തിരിനേക്കാൾ ഇഷ്ടം സ്വീറ്റ് ചട്ടിപ്പത്തിരി കേട്ടോ. അപ്പോൾ സ്വീറ്റ് ആയിട്ടുള്ള ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം. പിന്നെ മുകളിൽ അണ്ടിപ്പരിപ്പ് വറുത്തിട്ടൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു ഡെക്കറേഷനായിട്ട്. ഞാൻ പിന്നെ വല്ലാണ്ട് ആർഭാടം കാണിച്ചില്ല, കാരണം എനിക്കത് പൊതുവെ ഇഷ്ടമല്ല. നെയ്യിലൊക്കെ വറുത്തിട്ട് നമുക്ക് ഏറ്റവും താഴത്തെ ലെയറിലൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ കുറേ നമ്മൾ വെച്ച ലേയേഴ്സൊക്കെ കണ്ടോ, നല്ല വൃത്തിയിൽ. ഇത് സമൂസ ഷീറ്റ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെന്ന് നമുക്ക് ഒരിക്കലും ഇത് കണ്ടാൽ മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഇപ്പോൾ തന്നെ വേഗം പോയി ട്രൈ ചെയ്തോളൂ. ഒരു 20 മിനിറ്റിനൊക്കെ അതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. പിന്നെ സമൂസ ഷീറ്റ്സ് ആയതുകൊണ്ട് തന്നെ ഫ്രൈങ് പാൻ യൂസ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. മറ്റേ നമ്മൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുമ്പോൾ സാധാരണ ദോശയോ അല്ലെങ്കിൽ ചപ്പാത്തി പോലെ പരത്തിയിട്ടൊക്കെ അല്ല ഉണ്ടാക്കുന്നത്, അപ്പോൾ റൗണ്ടിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ ചെറിയ പാത്രമൊക്കെ എടുക്കാം. പക്ഷേ ഇതിപ്പം നമ്മൾ സമൂസ ഷീറ്റ്സ് ആയതുകൊണ്ട് തന്നെ ചെറിയ ഫ്രൈങ് പാൻ അല്ലെങ്കിൽ വലിയ ഫ്രൈങ് പാൻ എടുക്കുന്നതാണ് ഈ ഒരു റെസിപ്പിക്ക് നല്ലത്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.